രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാടകീയമായി കസ്റ്റഡിയിലെടുത്തത് പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്നാണ്. ബലാത്സംഗത്തിനും ഗർഭചിത്രത്തിനും ശക്തമായ തെളിവുകൾ നിരത്തിയുള്ള പരാതിയിൽ അതീവ രഹസ്യമായാണ് പോലീസ് നീങ്ങിയത്. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് അറസ്റ്റ് റിപ്പോർട്ട് പറയുന്നത്. പാലക്കാട് KPM ഹോട്ടൽ രാത്രി 12:15 2002 മുറിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ PAയും ഡ്രൈവറും പുറത്തേക്കിറങ്ങി. ഒരു ദിവസം മുൻപ് തന്നെ ഹോട്ടലിൽ തങ്ങിയ പോലീസ് സംഘം മുറിയിലേക്ക് അതിദ്രുതം കടന്നു ചെന്നു. മൂന്നാം ബലാത്സംഗ പരാതിയിൽ കസ്റ്റഡിയിലെടുക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. പക്ഷെ രാഹുൽ വഴങ്ങിയില്ല. അഭിഭാഷകനോട് സംസാരിക്കണമെന്നായി രാഹുൽ. പറ്റില്ലെന്ന് പോലീസ്. 12:30 അന്വേഷണ സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തു. മഞ്ഞ ടീഷർട്ടും പാൻസും ധരിച്ച മാങ്കൂട്ടത്തിലുമായി പോലീസ് ഹോട്ടലിന് പുറത്തേക്ക് വന്നു. മൂന്നാം ബലാത്സംഗ പരാതി നൽകിയത് വിദേശത്ത് താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശിയായ വിവാഹിതയാണ്. ആദ്യ 2 പരാതികളിലെയും അതേ നിഷ്ഠൂരതയുടെ ആവർത്തനമാണ് മൂന്നാം കേസിലും ഉണ്ടായത്. ഇമെയിൽ വഴി വന്ന പരാതിയിലും വീഡിയോ കോൺഫറൻസിലൂടെ നൽകിയ മൊഴിയിലും പരാതിക്കാരി പറഞ്ഞതിങ്ങനെയാണ്: വിവാഹ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുന്നു, ചാറ്റ് തുടങ്ങുന്നു, സൗഹൃദത്തിലാകുന്നു, പ്രണയമാണെന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനവും നൽകി. ഒരു കുഞ്ഞുണ്ടായാൽ വിവാഹം വേഗത്തിൽ സാധ്യമാകുമെന്ന പതിവ് ചതിപ്രയോഗം മാങ്കൂട്ടത്തിൽ പുറത്തെടുത്തു. നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു. റൂം ബുക്ക് ചെയ്യിപ്പിച്ചതും യുവതിയെ കൊണ്ട് തന്നെ. അത് 2024 ഏപ്രിൽ 24-നായിരുന്നു. ഹോട്ടൽ മുറിയിലെത്തിയപ്പോൾ സംസാരത്തിന് പോലും കൂട്ടാക്കാതെ അതിക്രമം തുടങ്ങി. തല്ലുകയും തുപ്പുകയും ചെയ്തു. ദേഹത്ത് മുറിവുണ്ടാക്കി. സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗർഭിണിയാകട്ടെ എന്നായിരുന്നു മാങ്കൂട്ടത്തിലിന്റെ മറുപടി. പക്ഷെ ഗർഭിണിയായതോടെ മാങ്കൂട്ടത്തിലിന്റെ മട്ടുമാറി. മറ്റാരുടെയെങ്കിലും കുട്ടിയാകുമെന്ന് പറഞ്ഞപ്പോൾ യുവതി തകർന്നുപോയി. ഇതോടെയാണ് DNA ടെസ്റ്റ് നടത്താമെന്ന് യുവതി പറഞ്ഞത്. ഇതിനായി വിദേശത്തുള്ള യുവതി ഒരു മെഡിക്കൽ ഏജൻസിയെ സമീപിച്ചു. പക്ഷെ മെഡിക്കൽ ഏജൻസി സമീപിച്ചിട്ടും DNA സാമ്പിൾ കൊടുക്കാൻ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. സമ്മർദ്ദത്തെ തുടർന്ന് ഗർഭം അലസിയെങ്കിലും തെളിവിനായി ഭ്രൂണാവശിഷ്ടം സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ അടുക്കാൻ ശ്രമിച്ചു. 10,000 രൂപ വിലയുള്ള ചെരുപ്പും വാച്ചും വസ്ത്രങ്ങളും ആവശ്യപ്പെട്ടു. സമീപകാലത്ത് 2 പരാതി ഉയർന്നപ്പോൾ താനും പരാതിപ്പെടുമെന്ന് യുവതി രാഹുലിനോട് പറഞ്ഞു. അപ്പോൾ നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നായിരുന്നു രാഹുലിന്റെ ഭീഷണി. എന്നാൽ ഇന്ന് പുലർച്ചെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം നിഷേധിച്ചു. പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്ന് രാഹുൽ പറഞ്ഞു. നിർബന്ധിത ഗർഭചിത്രം നടത്തിയിട്ടില്ല എന്നും മൊഴി നൽകി. എന്നാൽ SIT മേധാവി G പൂങ്കുഴലി IPS നടത്തിയ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിച്ചില്ല. ഫോണിന്റെ ലോക്ക് മാറ്റാൻ പോലും ആദ്യം രാഹുൽ തയ്യാറായില്ല. ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പ്രതിഷേധം അണപൊട്ടി. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ DYFI BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ആശുപത്രിയിലേക്ക് കടക്കുമ്പോൾ രാഹുൽ പ്രതിഷേധക്കാർക്കിടയിൽ ഞെരുങ്ങി. പണിപ്പെട്ടാണ് രാഹുലിനെ ആശുപത്രിയിലേക്ക് കയറ്റിയതും ഇറക്കിയതും. മധുര പ്രതികാരമെന്ന പോലെ DYFI പ്രവർത്തകർ പൊതിച്ചോറുമായാണ് പ്രതിഷേധത്തിനെത്തിയത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും വരെ പത്തനംതിട്ട നഗരം പ്രതിഷേധ പരമ്പരയ്ക്ക് സാക്ഷിയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.